അതെ അതെ, ഏമയുടെ ഒരു ചായ ഉണ്ട്. ഏതായി പച്ചത്താടി? ഡാർലിംഗ്. ആരുടെ? ഡാർലിംഗ് ഹരിഹരൻ എന്ന് പറയും. ആര് പറയും? ഇവിടെ എല്ലാരും പറയും, പിന്നെ ഞാനും പറയും. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. നമുക്ക് അങ്ങോട്ട് നീങ്ങാം, അവിടെ വെച്ച് സംസാരിക്കാം. അല്ല സാർ, ഞാൻ പൊയ്ക്കോട്ടെ. വയ്ക്കോ. അപ്പൊ എന്റെ കാശ് ധാരാളം വയ്ക്കോ, അവിടെ വന്നിക്കോ. സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഈ അവസരത്തിൽ അത് അത്യാവശ്യമാണെങ്കിൽ പോലും ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥികൾ എത്തിക്കഴിഞ്ഞു. അവർക്ക് ഞാൻ എന്റെ സ്വന്തം പേരിലും ഈ കോളനിയുടെ പേരിലും നിങ്ങളുടെയൊക്കെ പേരിലും അങ്ങനെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇനി ഹേമയുടെ അച്ഛൻ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാൻ ഞാനാരാ, ദൈവോ അതോ സന്യാസിയോ? ഇരുന്ന് സംസാരിച്ചാലും മതി. എന്റെ കാലിന് അസുഖമൊന്നുമില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ കോളനിയിലെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ആഹ്ലാദമുണ്ട്, അഭിമാനമുണ്ട്. ഇവിടെ ഈ കോളനിയിൽ അനാഥരായ 2 കുട്ടികളുണ്ട്. അതായത് ഞങ്ങൾ കല്യാണത്തിന് സമ്മതം കൊടുക്കാഞ്ഞത് കൊണ്ട് അനാഥയെ പോലെ കഴിയേണ്ടി വന്ന എന്റെ മകള് വന്ന് അപേക്ഷിച്ചപ്പോ ഞങ്ങളുടെ മനസ്സലിഞ്ഞു. എത്രയായാലും സ്വന്തം മകളല്ലേ എന്ന് കരുതി ഇങ്ങനെ ഒരു എടുത്തിയാട്ടത്തിൽ അവർക്ക് തന്റെ ഇടം ഉണ്ടായതിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഖേദമൊന്നുമില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എന്റെ മകൾക്ക് മാപ്പ് കൊടുക്കുന്നു. അവളെ വിവാഹം കഴിച്ച ഈ പയ്യനും മാപ്പ് കൊടുക്കുന്നു. ഒരു ചെറിയ ഫെലോഷിപ്പ്. ഞാൻ മദ്യപിക്കാറില്ല. ഇതിനെ മദ്യം എന്ന് വിളിച്ച് അപമാനിക്കരുത്. പുരാണങ്ങളിൽ ഇതിനെ നിർത്ത് പുരാണമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, പുരാണങ്ങളിൽ ഇതിനെ അമൃത എന്ന് പറയുന്നു എന്ന് പറയല്ലായിരുന്നു, പറയാൻ ശ്രമിക്കായിരുന്നു. അത് മാത്രമല്ല, ഒരു 65 വയസ്സ് കഴിഞ്ഞാൽ 2 എണ്ണം ദിവസേന വീശുന്നത് നല്ലതാ. എനിക്ക് 65 കഴിഞ്ഞു. അതല്ല. ഏതല്ല? എനിക്ക് 65 വയസ്സ് കഴിഞ്ഞു തന്നോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. പിന്നെ ഇയാളാരാ? പാടൂർ പണിക്കരോ? ആളെ കണ്ട അവരുടെ ജാതകം കാണിക്കാൻ? സോറി. ഇനി സോറി പറയാൻ ഇടയാക്കരുത്. ഇല്ല, സോറി. അതല്ല, ഒരു ചെറിയ സ്മോൾ. ചെറിയ സ്മോൾ? അപ്പൊ വലിയ സ്മോൾ ഉണ്ടോ? അത് എടോ, താൻ ഈ കോളനിയിലെ പ്രസിഡന്റ് ആണ്. അതെ. ഈ പയ്യൻ സെക്രട്ടറി. അതെ. എടോ, നിങ്ങളൊക്കെ ഈ കോളനി മാതൃകയാണ്ടവരല്ലേ? ഇവരെയൊക്കെ നല്ല വഴിക്ക് നയിക്കേണ്ട നിങ്ങൾ ഈ മദ്യത്തെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചാലോ? ഇത് കഴിച്ചിട്ട് മാതൃകയാക്കുമല്ലോ, അതുകൊണ്ടല്ലേ ഇതിന്റെ ഒരു സുഖം, ഒരു രുചിയല്ലേ. ഇങ്ങനായിരുന്നു ഞാൻ ഈ വഴിക്ക് വരില്ലായിരുന്നു. ഭക്ഷണം കഴിച്ചെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താ ഇവിടെ ഒരു ബഹളം? ചണ്ടൊന്നുമില്ല. എന്താ സാറ് ഒരു സ്മാള്? ചുമ്മാരി, സാറ് സ്മോളും അല്ല ലാർജും അല്ല. നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ ഈ പ്രസിഡന്റ്, ഇങ്ങനെ കുടുംബാംഗങ്ങൾ കൂടുന്ന ഒരു പാർട്ടിയിലെ മദ്യപിക്കുന്നത് ശരിയാണോ എന്ന് ഞാൻ ചോദിക്കായിരുന്നു. അത് ശരി. ഇന്ന് ഒരു തുള്ളി പോലും കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ടിപ്പോ മതി, വീട്ടിലേക്ക് പോ. അയ്യോ, സാറ് കള്ളം പറഞ്ഞു. അച്ഛാ, നമുക്ക് പോവാം. നീ കഴിച്ചോ? അയ്യോ ഇല്ലച്ച, സുനി കഴിക്കില്ല. ഭക്ഷണം കഴിച്ചോ ഞാൻ ചോദിച്ചോ? അത് കഴിച്ചു. എന്നാ നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്നാലേ എന്റെ തനി ഗുണകുമാരറിയും. പാപ്പാ. മാമി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആഹാ, താൻ ഇതുവരെ പോയില്ലേ? സാറല്ലേ നിൽക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. അതെ. എത്ര എന്റെ വാടക? 300. 300? 100 രൂപ വെയിറ്റിംഗ് ചാർജാ. അത് കൂടുതല. കാശ് കൊടുത്തേ. കാശ് കൊടുക്കാൻ. 300. ആ കാറിനിടയ്ക്ക് പെട്ടിയുണ്ട്. അടുത്തേ. അതെടുക്കണോ? ഓക്കെ, ശരി. ഡോറ് തുറന്നില്ലേ? ആ, തുറന്നു. പിന്നെന്താ ഇവര് അധികം വിളിക്കാൻ? ഞാൻ സുനിയും കൂടെ വരട്ടെന്ന് വിചാരിച്ചു. വരൂ. ഫോൺ, TV, എന്താ കമ്പ്യൂട്ടറോ? ശരി. കമ്പ്യൂട്ടറൈസ് ചെയ്ത ജീവിതം. ഇതൊക്കെ കമ്പനി വകയാ. കമ്പ്യൂട്ടർ ഹേമയ്ക്ക് എന്തെങ്കിലും ഓവർ ടൈം വർക്ക് വരുമ്പോ ഉപയോഗിക്കാനാ. അത് ശരി. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നർത്ഥം. അച്ഛനും അമ്മയും ഒഴികെ. ആ കുറവ് പരിഹരിക്കാനല്ലേ അവര് നമ്മളെ വിളിച്ചു വരുത്തിയത്, അല്ലേ മോളെ? ഞങ്ങളുടെ ബെഡ്റൂം അവിടെ.
പെട്ടി. എന്നാ ഞങ്ങളങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. കുടിക്കാൻ വെള്ളമാണല്ലോ. അമ്മ ആള് പാവാൻ തോന്നുന്നു. അച്ഛൻ ഇത്തിരി പരിക്കനാ. എനിക്കും തോന്നി. 1-2 ദിവസത്തേക്കല്ലല്ലോ, ഇത് ജീവിതകാലം മുഴുവൻ. എന്റെ ഈശ്വര, ഇനിയിപ്പൊ മാറ്റി പറയാൻ പറ്റുമോ ഹേമേ? എങ്ങനെ ഇവരൊന്ന് പാട്ടിലാക്കുക? പാട്ടിലൊക്കെ വഴിയൊക്കെ ഉണ്ട്. ആ പുസ്തകം നോക്കിയാ പിടികിട്ടും. ഏയ് എങ്ങോട്ടാ? അല്ല, പുസ്തകം എടുക്കാൻ. അതവിടെ ഇരിക്കട്ടെ. ആദ്യം ചായ ഉണ്ടാക്കാം. പഞ്ചസാര 2 സ്പൂൺ ഇടട്ടെ? 2-3 സ്പൂൺ ഇട്ടോ. മധുരം ഇത്തിരി കൂടിയാലും ഒട്ടും കുറയാൻ പാടില്ല. അച്ഛനും അമ്മയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ചായ അല്ലേ? അയ്യോ ഹേമേ, പഞ്ചസാര ഇട്ടോ? ആ ഇട്ടു. മതി, ഇനി ഇടാൻ വരട്ടെ. അതെന്താ? ചിലപ്പോ പഞ്ചസാര ഉപയോഗിക്കാത്തവരാണെങ്കിലോ? അയ്യോ, അത് ശരിയാണല്ലോ. എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ലെന്നാ. അത് തനിക്കെങ്ങനെ അറിയാം? അത് ചിലരെ കണ്ട് നമുക്ക് ഊഹിക്കാം. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്തായാലും ഷുഗറിന്റെ അസുഖം കാണും, തീർച്ച. അതെന്താ? അതെ, ഈ ഡയബറ്റീസിന്റെ അസുഖമുള്ളവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച പുസ്തകത്തിലൊന്നും അത് കണ്ടില്ലല്ലോ. ഇത് വേറൊരു പുസ്തകം, ഒരു മെഡിക്കൽ ജേണൽ. ഓ, ഹേമേ, എന്തെങ്കിലും കുഴപ്പമായാല് രാവിലെ തന്നെ അവര് നമ്മളെ ചാടിക്കടിക്കാൻ വന്നാലോ? നമുക്കത് ചോദിച്ചു നോക്കിയാലോ? ചോദിക്കുന്നത് നല്ലത്. താൻ ചോദിക്കും. സുനി നോക്കി സുനി, എനിക്ക് നല്ല ധൈര്യം പോരാ. ആഹാ, തന്റെ അച്ഛനമ്മയല്ലേ താനാ ചോദിക്കേണ്ടത്. എനിക്ക് വയ്യ വയ്യ വയ്യ. പിന്നിപ്പോ എന്തോ ഒരു വഴി. ഐഡിയ. എന്തായാലും സുനിയുടെ ഐഡിയ കൊള്ളാം. മധുരമുള്ള 2 ചായയും മധുരം ഇടാത്ത 2 ചായയും. ഏത് വേണേലും റെഡി. തുറക്കട്ടെ? അയ്യോ, ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ രണ്ടുപേരും കൂടെ മുങ്ങിയോ? അതേതായാലും ഉണ്ടാവില്ല. വാ, നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. അച്ഛാ, ചായ. നിനക്ക് മുണ്ട് ഷർട്ട് ഒന്നില്ലേ? ഉണ്ടല്ലോ. പിന്നത്തെ ഈ വേഷം ഇപ്പോഴത്തെ ഫാഷനാ. ആശമ്മയുടെ വീട്ടിലാണോ? മേലാൽ ഈ ആദി കോമാളി വേഷം കണ്ടുപോകരുത്. മനസ്സിലായോ? നിനക്കും ഉണ്ടോ ഈ ആദി വാക്യമ്പരട്? ഇല്ല. ചായ. അവിടൊക്കെ 6:30 ചായ കിട്ടും. എവിടെ? വൃത്തസ്ഥാനത്തില്. ആ പതിവ് മുടക്കണ്ട. അയ്യേ, എന്താ ഇത്? എനിക്ക് പ്രമേഹം ഉണ്ടെന്ന് വിചാരിച്ചോ? അയ്യോ, മാറിപ്പോരാ. വേറെ ഉണ്ട്. അയ്യോ, അതിലും മധുരല്ലേ? ആരായത് ഉണ്ടാക്കിയത്? നീയാണോ? അല്ല, പിന്നെ സുനി. അല്ല, ഞങ്ങള് രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയത്. ഒരു നല്ല ചായ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഇതുവരെ അല്ലേ? ചാടിക്കറി കല്യാണം കഴിക്കാനാ ധൃതി. ഒരു വീട് എങ്ങനെ നോക്കണം, അവിടെ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണം, ഇതൊന്നും അറിയില്ല. കമ്പ്യൂട്ടർ പഠിച്ചാൽ മതിയല്ലോ. കുറഞ്ഞ പക്ഷെ ഒരു ചമ്മന്തി അരയ്ക്കാനെങ്കിലും പഠിക്കും. അങ്ങനെ പറഞ്ഞുതരാൻ തന്നെന്നുള്ളതും വേണ്ടേ? അല്ല, അതിനിപ്പോ എന്താ ഉണ്ടായേ? കരയാൻ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തു പറ്റി? ഞാൻ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കാന്ന് വിചാരിച്ച് ഞാനൊന്ന് ഗുണദോഷിക്കായിരുന്നു. അപ്പോഴേക്കും അവൾ കരയാൻ തുടങ്ങി. സാരല്ല സാരല്ല സാരല്ല. മക്കള് പോയിക്കോ. എന്താടോ ഇങ്ങനെയൊക്കെ? സാരമില്ല, പോട്ടെ. വെറുതെയാ. ഇതേ അവസാനത്തെ അടവാ. പുസ്തകം നോക്കി പഠിച്ചതാ. സുനി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. വെജിറ്റേറിയൻ ആകുമ്പോഴാ പ്രശ്നം. വല്ല മീൻകറി ആയിരുന്നു വെച്ചാല് ഇവിടെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു ഹോട്ടലിൽ നിന്ന് അങ്ങനെ വാങ്ങായിരുന്നു. അപ്പൊ താനിന്നലെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ ഫിഷ് ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാ? അതെ, പിന്നെ ഞാൻ ഉണ്ടാക്കിയതാ. അത് നോക്ക്. അടുത്തത് മുളക് പൊടി 1 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ പോരെ? മതി. 2 പ്രാവശ്യം ഇടുന്നേ ഉള്ളൂ. അതല്ല, അച്ഛന്റെ സ്വഭാവത്തിന് എരിവ് ഇത്തിരി കുറഞ്ഞിരുന്ന ചൂട് ഇത്തിരി കുറയും. ആഹാ, ഇതും വല്ല പുസ്തകത്തിൽ നിന്ന് വായിച്ച അറിവാണോ? അല്ല, ഇത് ഞാൻ സ്വയം റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയതാ. അടുത്തത് എവിടെ? അടുത്തത് മഞ്ഞപ്പൊടി 3/4 ടീസ്പൂൺ. അളവ് കൃത്യമായിരിക്കണേ സുനി, അല്ലെങ്കിൽ ഒക്കെ തകരാറാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അവസാനം എന്നെ കുറ്റം പറയരുത് കേട്ടോ. ഓഹോ, അതിന് താനല്ലല്ലോ ഉണ്ടാക്കുന്നത്, ഞാനല്ലേ? അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞെങ്കിലും തന്റെ തമാശയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതെ, കൂടുതൽ വാചടിക്കാതെ അതിൽ ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ ചിലപ്പോ തീയല് സാമ്പാറാവും. അതെ, സാമ്പാറായാലും ചമ്മന്തി ആയാലും തിന്നാൻ ആളുണ്ടല്ലോ. ആര്? അറിയില്ലേ? താന്തല്ലേ. പക്ഷെ അച്ഛനും അമ്മയോ? അത് ഞാൻ നോക്കിക്കോളാം. താൻ പോയിട്ട് തന്റെ ജോലി നോക്കും. പാചകം അടിക്കാൻ അടുത്താന്ന് പറ. നാളികേരം കുനുകുന ചിരകിയത് 1 കപ്പ്. കുനുകുന ചിരകിയതില്ല, ചിരവ കൊണ്ട് ചിരകിയതുണ്ട്.
അതിട്ടു. അടുത്ത പറ പെട്ടെന്ന്. അടുത്തത് പഞ്ചസാര 1 കപ്പ്. ഓക്കെ. പഞ്ചസാരയോ? തീയലിന് മധുരം ഉണ്ടാവോ? ആ പിന്നെ തീയലാണോ പഞ്ചസാര? അതേമേ, ഈ പുസ്തകത്തിലുള്ള. ഞാൻ നോക്കട്ടെ. മോളെ ഇതൊന്ന് നോക്കിയേ. ഇത് തീയലിനുള്ള കുറിപ്പാണോ? അയ്യോ, ഇത് മാമ്പഴ പുളിശ്ശേരിയുടെയാണല്ലോ. ചതിച്ചു. അപ്പൊ നേരത്തെ പറഞ്ഞ മഞ്ഞപ്പൊടി, നാളികേരം. എനിക്ക് എപ്പോഴും ഇതെല്ലാം കുറവാകുന്നു. ഞാൻ തന്നെ പുസ്തകം നോക്കി ചെയ്തോന്ന് പറഞ്ഞല്ലേ ആദ്യം. അപ്പൊ സുനി പാചകം ചെയ്തോ, ഞാൻ പുസ്തകം വായിച്ചു തരാം. എന്നിട്ട് ഇപ്പൊ എന്താ നിർത്ത്. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. ഇങ്ങോട്ട് മാറിയേ, ഞാൻ ഉണ്ടാക്കാം. അയ്യോ വേണ്ടമ്മേ, വേണ്ട. അതെന്താ? ഞാൻ ഉണ്ടാക്കി ശരിയാവില്ലേ? ഇല്ല, അമ്മ അവിടെ പോയിരുന്നോ? ഞങ്ങൾ ചെയ്തോളാം. കുറച്ചാലും ഞാനും ചെയ്തല്ലേ ഈ പണി. ഉള്ളി കുറച്ചരിഞ്ഞോളൂ. ആ സുനി പറഞ്ഞിട്ടില്ലേ ഉള്ളേരി? എന്ത്? ഞാനാ? ആ തീയലുണ്ടാക്കാന്ന് പറഞ്ഞ് അത് നശിപ്പിച്ചു. അതിന്റെ ശിക്ഷയാ. മര്യാദയ്ക്ക് അവിടെ ഉള്ളേരി പോ. ഞാൻ അറിഞ്ഞ ശരിയാവും അമ്മ. ഓ ശരിയാവുമല്ലോ. അതെ.